ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നെല്ലിക്ക വെച്ചിട്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. ഇത് നാട്ടിലൊക്കെ കിട്ടുന്ന ചെറിയ നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. മരുന്ന് നെല്ലിക്ക എന്നൊക്കെ പറയും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നെല്ലിക്കയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതുപോലെയാണ്, ചെറിയ ടൈപ്പുള്ള നെല്ലിക്കയാണ്. ഇവിടെ ഇപ്പോൾ അത് ഏകദേശം ഒരു 3/4 കിലോളം ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ നെല്ലിക്ക ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നെല്ലിക്ക ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിൽ വെന്ത് വന്നാൽ മതി. ഇനി ഇതിൻ്റെ കുരുവൊന്നും കളയുന്നില്ല. ഇതിന് മുഴുവനായിട്ട് തന്നെയാണ് അച്ചാറിടുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പോളം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 പീസായിട്ട് മുറിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 കപ്പ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉപ്പിൻ്റെ അളവ് കുറവാണെന്ന് വെച്ചാൽ നെല്ലിക്ക ഇട്ടതിന് ശേഷം ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടുതൽ എരിവ് വേണിച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നെല്ലിക്ക ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നെല്ലിക്കയുടെ എല്ലാ ഭാഗത്തും ഈ മസാലയൊന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് നല്ല വെള്ളം പോലുള്ള അച്ചാർ വേണിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് വെള്ളമുള്ള ടൈപ്പുള്ള അച്ചാറല്ല ഉണ്ടാക്കുന്നത്. കുറച്ച് കുറുകിയ ടൈപ്പുള്ള അച്ചാറാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടിയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇവിടെ ഇപ്പോൾ നെല്ലിക്കയിൽ മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇവിടെ ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നല്ലൊരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നെല്ലിക്ക ഉപയോഗിക്കാം. എന്നാൽ മാത്രമേ ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെല്ലിക്കയിൽ ഉപ്പും മുളകും ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഒരു കുപ്പിയുടെ ബോട്ടിൽ ഇട്ടതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. അപ്പോൾ ഈ ഒരു നെല്ലിക്ക കിട്ടുകയാണെന്ന് വെച്ചാൽ ഈ ഒരു നെല്ലിക്ക മാത്രമല്ല, വേറെ ഏത് നെല്ലിക്ക ആയാലും ഇതുപോലൊരു അച്ചാറിട്ട് വെച്ചാൽ മതി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. സ്കൂളുകൾക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അച്ചാർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും വേണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം. എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.